ഹായ് ഗൈസ്, ഐശ്വര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെലോനിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ 10 വാട്ടിൻ്റെ ഓട്ടോമാറ്റിക് ബൾബാണ്. ഈ ഒരു ബൾബ് നമ്മുടെ ചാനലിൽ പ്രീമിയർ ചെയ്യിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റഡാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുട്ടത്ത് മാത്രമേ ഈ ലൈറ്റ് കത്തുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ താഴത്തൂടെ എന്തെങ്കിലും മൂവ്മെൻറ്റ്, ഈ ബൾബ് വെച്ചതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് കത്തുള്ളൂ. അത് 1 മിനിറ്റ് നേരത്തേക്ക് കത്തും, അത് കഴിഞ്ഞാൽ അത് ഓഫായി പോകും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ബൾബിൻ്റെ ലൈറ്റ് ഏതാണ്ട് ഇത്രയും വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. കണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ അകത്ത് വെച്ചത് എങ്ങനെ കത്തിച്ചു എന്നുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്. വൺസ് ലൈറ്റ് കത്തിക്കഴിഞ്ഞ് പിന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കെടില്ല. അങ്ങനെ ഒരു ചെറിയ ഗ്ലിച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലൈറ്റിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ബൾബ് അപ്പോൾ 1 വാട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് 1 വാട്ട് കറണ്ട് എപ്പോഴും ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൈ ഓടിച്ച് കഴിഞ്ഞാലോ ഇത് വർക്ക് ചെയ്യില്ല, ലൈറ്റ് കത്തില്ല. ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റുഡിയോ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ഉണ്ടോ? ലൈറ്റ് ഓഫ് ചെയ്ത ഉടനെ നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 1 മിനിറ്റോളം കത്തി നിൽക്കുന്നതാണ് പറയുന്നത്. അതിനുശേഷം ഈ ലൈറ്റ് ഓഫ് ആവുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ലൈറ്റ് എടുത്തിരിക്കുന്നത് 9.5 വാട്ട്സാണ് എടുക്കുന്നത്. 0.61 മില്ലി ആമ്പിയർ ആണ് കറണ്ട് വലിക്കുന്നത്. 0.642 ആണ് പവർ ഫാക്ടർ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊരു കപ്പാസിറ്റീവ് ഡ്രോപ്പറാണ് ലൈറ്റ് വരുന്നതെന്നാണ് തോന്നുന്നത്. കാരണം 642, 643 ഒക്കെയാണ് പവർ ഫാക്ടർ വരുന്നത്. കണ്ടോ? 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് ഓഫായി പോയിട്ടുണ്ട്. ഇനി ഇത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇതിൽ നടന്നു വന്നു കഴിഞ്ഞാൽ ഓണാവും. കണ്ടോ? ഞാൻ ഇവിടെ വെച്ചപ്പോൾ തന്നെ ഓണായി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബൾബ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബൾബ് വന്ന ബോക്സ്. നമുക്ക് ജസ്റ്റ് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെ ഒന്ന് നോക്കാം. ഹെലോനിക്സ് പ്രൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. റഡാർ മോഷൻ സെൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓട്ടോ ഓൺ ഓഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 10 വാട്ടിൻ്റെ LED ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൾബിൽ മെയിനായിട്ട് പറയുന്നത് മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇവിടെ മോഷൻ സെൻസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അവർ പറയുന്നത് സ്റ്റേസ് ഓഫ് ഡ്യൂറിങ് ഡേ, ഓട്ടോ ഓൺ വെൻ ഇറ്റ് സെൻസസ് മോഷൻ ഇൻ 15 ഫീറ്റ് റേഞ്ച്. 15 ഫീറ്റിൻ്റെ അടുത്ത് ആരെങ്കിലും നടന്നു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ്. ഇത് ആൾക്കാർ തന്നെ വേണമെന്നില്ല, പട്ടിയോ പൂച്ചയോ ഈവൺ ഒരു ഇല കൊഴിഞ്ഞ് വീണാൽ പോലും ഈ ലൈറ്റ് ഓൺ ആവും. ഓട്ടോ ഓഫ് ആഫ്റ്റർ 1 മിനിറ്റ് വെൻ നോ മോഷൻ ഈസ് ഡിറ്റക്റ്റഡ്. അതായത് ഒരു അനക്കവും കണ്ടില്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് ഓഫായി പോകും. 360 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ബാത്റൂമിൽ വെക്കാം, ബാൽക്കണിയിൽ വെക്കാം, അതേമാതിരി സ്റ്റെയർ കേസിൽ വെക്കാം, പോർച്ചിൽ വെക്കാം, ഡ്രൈവ് വേയിൽ വെക്കാം, സ്റ്റോർ റൂമിലൊക്കെ വെക്കാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ LED ബൾബ് റഡാർ 10 വാട്ടാണ്. 10 വാട്ട്സിൻ്റെ ബൾബ് 230 വോൾട്ട് 50 ഹെർട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ 220 to 240 വോൾട്ട്സ് അല്ലെങ്കിൽ 250 വോൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ജസ്റ്റ് 230 വോൾട്ട് 50 ഹെർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂമൻസ് വരുന്നത് 900 ലൂമനാണ്. ഒബ്വിയസ്ലി CRI ഗ്രേറ്റർ ദാൻ 80. പ്രൈസ് വന്നിരിക്കുന്നത് 349. ഇതാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കേജും നല്ല വെൽ ഡിസൈൻഡ് പാക്കേജായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ സൈസ് കമ്പാരിസന് വേണ്ടി നമ്മുടെ വിപ്രോ തേജസ് 9 വാട്ടിൻ്റെ ബൾബും കൂടെ ഇതിൻ്റെ അടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ വിപ്രോ തേജസിനിൽ ഇത്തിരിയും കൂടെ വലിയൊരു ബൾബായിട്ടാണ് തോന്നുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നേരം ഇത് കത്തിയിരുന്നത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഒരു 60 ഡിഗ്രി വരെ നേരത്തെ മെഷർ ചെയ്തായിരുന്നു. ഇപ്പോൾ അത് 51 ഇരിക്കുന്നത്. തണുത്തിട്ടുണ്ട്. ഞാൻ കയ്യിൽ വെച്ചിട്ട് കുറേ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഇത്തിരി ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റിയതുണ്ട്. ഇത്തിരി ചളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ എടുത്ത് പറയേണ്ട കേസ്, ഇത് നല്ല രീതിയിൽ പശ തേച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷമാണ് അത് പൊളിച്ചെടുക്കാൻ പറ്റിയത് ഒരു സൈഡിൽ നിന്ന്. ഇതാണ് നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ മോഡ്യൂൾ, അതായത് റഡാർ മോഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് 10 LEDകളും ഉണ്ട്. അതാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പശ ഒന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ നോക്കാം. ഇത് തുറക്കണമെങ്കിൽ പശ മാറ്റണം. എന്തായാലും ഇതിൻ്റെ വാട്ടർ പ്രൂഫിങ് പോയി, കാരണം നമ്മൾ പശയൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ LED ഇത് എന്തായാലും ബാക്കിയുള്ള കമ്പനിയുടെ മാതിരി തന്നെ ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഊരിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇത് രണ്ടും ഡീസോൾഡർ ചെയ്യേണ്ടി വരും. മോഷൻ സെൻസർ മോഡ്യൂൾ ഊരിയെടുക്കൽ അത്യാവശ്യം ഒരു നല്ല ടാസ്ക് തന്നെയായിരുന്നു. ഹോട്ട് എയർ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും മാക്സിമത്തിലിട്ട് അടിച്ചിട്ടും നമ്മുടെ സോൾഡറിങ് അയണൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടും ഈ സാധനം ഊരിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു കണക്കിന് അവസാനം നമ്മൾ ഹോട്ട് എയർ സ്റ്റേഷനും സോൾഡറിങ് അയണും വെച്ചൊക്കെ ഊരി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സെൻറ്റർ പാഡ് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്.
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ബൾബ് ഡിസസംബിൾ ചെയ്യണ കണ്ടിട്ട് കുറേ പേർക്ക് ഭയങ്കര വേദനയൊക്കെ എടുത്തിരുന്നു. ഇതിങ്ങനെയല്ല ഡിസസംബിൾ ചെയ്യണേ, ഇതിങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള മാതിരി സൊഫിസ്റ്റിക്കേറ്റഡ് ടൂൾസൊന്നും ഉണ്ടാവില്ല. എൻ്റെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ടാണ് ഞാൻ ഇതേമാതിരി ഊരിയെടുക്കുന്നത് കേട്ടോ. ഈ ലാമ്പിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 9 വോൾട്ടിൻ്റെ LED ആണ്. അപ്പോൾ നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈയിൽ 9.8 വോൾട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 189 മില്ലി ആംപിയർ കറണ്ട് വലിക്കുന്നുണ്ട്. നമ്മുടെ LED ബോർഡിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. മൊത്തം 9 വോൾട്ടിൻ്റെ 10 LEDs ആണ് CAC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഡയറക്റ്റാണ് LED കണക്ട് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിങ് ടേൺ ഓൺ ചെയ്യുന്നത് Q1 എന്ന് പറഞ്ഞൊരു മോസ്ഫെറ്റാണ്. അപ്പോൾ മോസ്ഫെറ്റിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് L10ൻ്റെ നെഗറ്റീവ് എന്നൊരു കണക്ഷൻ പോയിട്ടുണ്ട്. ഗ്രൗണ്ട് പ്ലെയിൻ മോസ്ഫെറ്റിൻ്റെ അടിയിൽ കൂടെ വന്ന് ഡയോഡും മോസ്ഫെറ്റിൻ്റെ മൂന്നാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. റഡാർ മൊഡ്യൂൾ പവർ ചെയ്യുന്നത് 10.9 മെഗാ ഓംസിൻ്റെ 3 റെസിസ്റ്റർ സീരീസിൽ കൂടെയാണ്. ഫൈനലി നമ്മുടെ റഡാറിൻ്റെ ഔട്ട്പുട്ട് ഒരു 10K റെസിസ്റ്റർ കൂടെ വന്ന് Q1ൻ്റെ പിൻ 1ലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റഡാർ മോഡ്യൂൾ വന്നിരിക്കുന്നത്. ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് സെൻസർ വരുന്നത്. അതേമാതിരി തന്നെ റഡാറിൻ്റെ ആൻറ്റണ വന്നിരിക്കുന്നത് ആ ട്രാൻസിസ്റ്ററിൻ്റെ നേരെ താഴെയാണ്. ബൾബിൻ്റെ ഡ്രൈവർ സൈഡിൽ വന്നിരിക്കുന്ന ICയുടെ പിക്ചറാണത്. ഇത് ജൂൾ വാട്ടിൻ്റെ 1763B എന്ന് പറഞ്ഞൊരു IC ആണ്. ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഫുള്ള് ചൈനീസിലാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ എല്ലാ ബൾബുകളെയും മാതിരി ഇതിൻ്റെയും വാട്ട്സ് കുറച്ച് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ഡാറ്റ ഷീറ്റിലെ പേജ് നമ്പർ 6ൽ കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇത് അത്രയ്ക്ക് താഴത്തേക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ കൂടി ഒരു 10 വാട്ടിൻ്റെ ബൾബ് നമുക്ക് 7 വാട്ട് വരെ കുറച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. ഡ്രൈവർ ICയുടെ പിൻ നമ്പർ 7ലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യവും ആ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോർഡിൽ പിൻ നമ്പർ 8ന്ന് 2 റെസിസ്റ്റർ വെച്ചിട്ടാണ് പാരലലിൽ 2 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് 15 ഓംസിൻ്റെ, ഒന്ന് 2.8 ഓംസിൻ്റെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2.4 ഓംസിൻ്റെ റെസിസ്റ്റർ മാറ്റിയിട്ട് അവിടെ ഒരു 3.3 ഓംസിൻ്റെ റെസിസ്റ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഓൾട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോപ്പി മീറ്ററിൽ വെച്ചിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആസ് എക്സ്പെക്റ്റഡ് 0.6 ആയി. നേരത്തെ 1 വാട്ടാണ് എടുത്തിരുന്നത്, ഇപ്പോൾ 0.6 ആയിട്ടുണ്ട്. 6 മില്ലി ആംപിയർ ആണ് എടുക്കുന്നത്. പവർ ഫാക്ടർ 423 ആണ്. നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. എന്തോ സംഭവം കത്തിയിട്ടുണ്ട്. 9 വാട്ട്സ് ഉണ്ടായിരുന്നപ്പോൾ 7 വാട്ട്സ് ആയിട്ടാണ് എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലോനിക്സിൻ്റെ ഈ ഒരു ബൾബ് നല്ല സൂപ്പർ ബൾബാണ്. നമുക്ക് ഇത് പലതരം ആവശ്യങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കൽ പർപ്പസിന് ഉപയോഗപ്പെടും എന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ സ്റ്റെയർ കേസിലാണെങ്കിൽ സ്റ്റെയർ കേസിലിടാം. പ്രത്യേകിച്ച് എപ്പോഴും ലൈറ്റ് കത്തി കിടക്കേണ്ടാത്ത സാഹചര്യങ്ങളിൽ നമുക്കിതിടാം. ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് എനിക്ക് മറ്റേ ബാത്റൂമിലേക്ക് ഇടാനാണ്. അപ്പോൾ ഇനി അഥവാ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നാലും ശരി, ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു ചെറിയൊരു മോഡിഫിക്കേഷനും കൂടെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വാട്ട് എടുക്കുന്നത് വീണ്ടും കുറഞ്ഞ് 0.6 വാട്ട്സ് ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് അവിടെയും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.